വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റിൽ ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളോട്, എന്റെ ഒന്നാമത്തെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല. എന്റെ ഒന്നാമത്തെ ലക്ഷ്യം കേരളത്തിന്റെ മണ്ണിൽ വർഗീയ വിഷവിത്തുകൾ പാകാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതിരിക്കുക എന്നതാണ്. എനിക്ക് രണ്ടാമത്തേയുള്ളൂ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്. എന്നെ രാഷ്ട്രീയ വനവാസത്തിനയക്കും എന്ന് പറയുന്നവരോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു, അത് തീരുമാനിക്കുന്നത് ഇവരാണ്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തകർപ്പൻ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ VD സതീശനാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. വർഗീയ ശക്തികൾക്കും വർഗീയത പറയുന്നവർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ നിലപാടിനുള്ള അംഗീകാരമാണ് കേരളത്തിലെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഇരു കൈയും നീട്ടി UDFനെ സ്വീകരിച്ചത്. ഇതാണ് മതേതര കേരളം. വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റിൽ ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളോട്, എന്റെ ഒന്നാമത്തെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല. എന്റെ ഒന്നാമത്തെ ലക്ഷ്യം കേരളത്തിന്റെ മണ്ണിൽ വർഗീയ വിഷവിത്തുകൾ പാകാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതിരിക്കുക എന്നതാണ്. എനിക്ക് രണ്ടാമത്തേയുള്ളൂ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്. എന്നെ രാഷ്ട്രീയ വനവാസത്തിനയക്കും എന്ന് പറയുന്നവരോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു, അത് തീരുമാനിക്കുന്നത് ഇവരാണ്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിക്കും. VD സതീശൻ എന്ന് പറയുന്ന ജനപ്രതിനിധി പാർലമെന്റിൽ പോകണോ, അസംബ്ലിയിൽ പോകണോ, അല്ലെ വീട്ടിൽ പോയിരിക്കണോ, അല്ല മരുമുരിയും എടുത്ത് വനവാസത്തിന് പോകണോ എന്ന് അവർ തീരുമാനിച്ചാൽ അവരുടെ തീരുമാനത്തിന് വിധേയമായിട്ടാകും. കേരളത്തിലെ ഒരു സമുദായ നേതാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങളുടെ MLA മുട്ടുമടക്കില്ല എന്ന് പറയാം. നിങ്ങൾ പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടുക്കി ബിഷപ്പ് പറഞ്ഞു, ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി PG തോമസ് വേണ്ട, ഇവിടെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. അപ്പൊ ഞാൻ സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ ബിഷപ്പ് അങ്ങനെ പറയും, അത് നമ്മൾ കോൺഗ്രസ് KPCയിൽ തീരുമാനിക്കണം. തൊടുപുഴ പള്ളിയിലെ മൂലവട്ടം പള്ളിയിലെ വികാരിയച്ഛനെ KPC എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് പിതാവ് തീരുമാനിക്കുന്നതാണ്. പിതാവ് അത് തീരുമാനിക്കുക, ഞങ്ങൾ ഇത് തീരുമാനിക്കുക. ആവശ്യമില്ലാത്ത കാര്യമാണ് പറയണ്ടേ. ഞാനല്ലാതെ പറഞ്ഞു, ഞാൻ പറയും. സമുദായ സംഘടനകൾ സമുദായത്തിന്റെ കാര്യം നോക്കട്ടെ, മതവും മതസംഘടനകളും മതത്തിന്റെ കാര്യം നോക്കട്ടെ, അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വരേണ്ടതില്ല എന്ന് പറയുന്നത് ഐഡിയൽ നയമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് CPMന്റെയോ BJPയുടെ കോൺഗ്രസിന്റെയോ മറ്റൊരു നേതാവും വീഡിയോളം അത്ര ആർജവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വാക്ക് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേരളത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരിക്കും രാജ്യത്തോട്. ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ് എന്നുള്ള മലയാളിയുടെ പ്രഖ്യാപനം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്, അല്ലേ? സ്ട്രോങ് സെക്യുലർ പൊസിഷൻ എടുത്ത ഒരു നിലപാടിന് കിട്ടിയ അംഗീകാരം കൂടിയല്ലേ? എല്ലാ ജാതി മതവിഭാഗങ്ങളും UDFന് വോട്ട് ചെയ്തില്ലേ? വിട്ടുപോയവരും തിരിച്ചു വന്ന് വോട്ട് ചെയ്തില്ലേ? എല്ലാവരും എല്ലാ മേഖലകളിലും. എവിടെയാ മോശം? എല്ലാ മേഖലകളിലും അത് പ്രതിഫലിച്ചു. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആയിരുന്നു. ഞാനപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു, മീഡിയയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രഖ്യാപനമാണ്, കേരളത്തിന്റെ പ്രഖ്യാപനമാണ് രാജ്യത്തോട്. ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ്. അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ച് ആളുകൂടി ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തട്ടി ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ കേരളം ഉണ്ടാകണം. നമ്മുടെ മക്കളും കൊച്ചുമക്കളുള്ള കേരളത്തിൽ കമ്മ്യൂണൽ ആകരുത്, ഡിവിഷൻ ഉണ്ടാവരുത്. കേരളത്തിൽ അവർ സൗഹൃദത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഓരോ കോളനി നോക്കിക്കോ. പാവപ്പെട്ടവൻ ജീവിക്കുന്ന കോളനി ആണെങ്കിലും പണക്കാരൻ ജീവിക്കുന്ന കോളനി ആണെങ്കിലും എല്ലാ കമ്മ്യൂണിറ്റി ഉണ്ട് കേരളത്തിൽ. മറ്റു പല സ്ഥലങ്ങളിലെ പോലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഒരുമിച്ചല്ല താമസിക്കുന്നത്, എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ വിനു താമസിക്കുന്ന വീടിന് ചുറ്റും നോക്കിയാൽ അറിയാം, അല്ലേ? എല്ലാ കമ്മ്യൂണിറ്റി ഉണ്ടാവും. അപ്പം നമ്മൾ ഭാവിയെക്കുറിച്ചൊക്കെ വേണം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, ഈ പിണറായി വിജയനും VD സതീശനും കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ, നമ്മുടെ കേരളം ഉണ്ടാകണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞതിന് അവർക്ക് സ്ട്രൈക്ക് ചെയ്തെന്ന് പറഞ്ഞു. എന്നോട് ഒരുപാട് പേര്, പ്രധാനപ്പെട്ട ആളുകളും സാധാരണക്കാരും ഒക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അത് ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടി പറഞ്ഞൊരു വാക്കാണ്. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ രാഷ്ട്രീയ നേതാക്കൾ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മുടെ നാടിനോടുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് മറന്ന് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ വിനു ചോദിച്ച ചോദ്യം അതാണ്. വ്യക്തിപരമായ റിസ്ക് ഉണ്ട് ഇതിനകത്ത്. അതാണ് പലരും അത് എടുക്കാത്തത്. വ്യക്തിപരമായ റിസ്ക് ഉണ്ട്. ഞാൻ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് വർഗീയത പറയരുത്, ഞാൻ മോശമായിട്ടൊരു വാക്കും പറഞ്ഞില്ല. അദ്ദേഹം 90 വയസ്സുള്ള ഒരാളാണ്. എന്നോട് വളരെ മോശമായ വാക്കുകളൊക്കെ പറഞ്ഞു. ഈ പ്രയാസമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ പ്രായം എന്തെങ്കിലും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, വർഗീയത പറയരുത്. ഗുരുദേവൻ എന്താണ് പറയരുതെന്ന് പറഞ്ഞത് അതാണ് അങ്ങ് പറയുന്നത്, പറയരുതെന്ന് പറഞ്ഞു. എൻ്റെ നിയോജക മണ്ഡലത്തിൽ 52% ഈഴവ വോട്ടുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഞാനത് ആ സമുദായത്തിന്റെ നേതാവിനോട് ഞാനത് പറഞ്ഞത്. റിസ്ക് ഉണ്ട്, പേഴ്സണൽ റിസ്ക് ഉണ്ട്. പക്ഷെ എനിക്ക് അതിലും വലുത് എൻ്റെ നിലപാടായിരിക്കും, അതിലും വലുത്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, ഇത്രയും കട്ടിക്ക് പറയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഒരു വർത്തമാനം കൂടി പറഞ്ഞു, തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ചിലർ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി, വർഗീയത പറയരുതെന്ന് പറയും, അവരുടെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ
ഓഡിയൻസ് ശ്രദ്ധിക്കുകയായിരുന്നു. ചെറുപ്പക്കാരുടെ വലിയ അപ്ലാസ് ആയിരുന്നു. ചെറുപ്പക്കാർ അവരിങ്ങനെ 2 കൈയും ഉയർത്തിയിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. ഇപ്പം ഞാൻ കരുതുന്നു കേരളത്തിലെ ഒരു ചെറുപ്പക്കാരുടെ വലിയ ടേൺ ഔട്ട് 2 കാരണം കൊണ്ട് UDF ഉണ്ടായത്. ഒന്ന്, ഞങ്ങളുടെ സെക്കുലർ സ്റ്റാൻഡ്. 2, ഞങ്ങൾ ഭാവി കേരളത്തെക്കുറിച്ച് സംസാരിച്ച് അവരിലുണ്ടാക്കിയ പ്രതീക്ഷ. നല്ല മെജോറിറ്റി ചെറുപ്പക്കാർ UDF വോട്ട് ചെയ്തേക്കും. തീർച്ചയായിട്ടും. കാരണം മതപൗരോഹിത്യത്തെയും സാമുദായിക നേതൃത്വത്തെയും മതമേലധ്യക്ഷന്മാരെയും പേടിക്കാതെ രാഷ്ട്രീയം നടത്താൻ പറ്റും എന്ന് ഈ കാലത്ത് പോലും തെളിയിച്ച ഒരാളായിട്ടാണ് ഞാൻ സതീശനെ കാണുന്നത്. ആ തരത്തിൽ മലയാളിയുടെ അഭിമാനം, അന്തസ് ഉയർത്തിയ ഒരു നേതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. മതക്കാര് രാഷ്ട്രീയം കളിക്കുകയും രാഷ്ട്രീയക്കാര് മതം കളിക്കുകയും ചെയ്യുന്ന ഒരു കെട്ട കാലത്തെ വലിയ പ്രതീക്ഷയുടെ പ്രതിരൂപമാണ് VD സതീശൻ. വെള്ളാപ്പള്ളി നടേശൻ ആരൊക്കെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു, അവരൊക്കെ ജനങ്ങൾ ജയിപ്പിച്ചു. ആരൊക്കെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു, അവരൊക്കെ ജനങ്ങൾ തോൽപ്പിച്ചു. ഇവിടുത്തെ ഒരു മുസ്ലിയാർ പറഞ്ഞാലും, ഒരു ബിഷപ്പ് പറഞ്ഞാലും, ഒരു വെള്ളാപ്പള്ളി പറഞ്ഞാലും, ഒരു സുകുമാരൻ നായർ പറഞ്ഞാലും വോട്ട് ചെയ്യില്ല എന്ന് വന്നല്ലോ. എപ്പോഴും അദ്ദേഹത്തിന് വളരെ സ്ഥിരമായ കർക്കശമായ നിലപാടുകളുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നപ്പോൾ അദ്ദേഹത്തെ അകറ്റി നിർത്തണം. നിലമ്പൂരിൽ 2ാമത് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ PV അൻവറിനെ പിന്തുണയ്ക്കണം. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അൻവറിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഈ ഇവിടെ എല്ലാവരും ചെയ്യുന്ന SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ, NSS നേതാവ് സുകുമാരൻ നായർ, ഇവരോടൊക്കെ ഒരു സൗഹൃദം ഉണ്ടെന്നുള്ളതിനപ്പുറത്ത് അവരെ ആരും കാല് പിടിക്കാൻ പോയില്ല. അവരൊക്കെ അദ്ദേഹത്തിനെതിരായിരുന്നല്ലോ. വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഒക്കെ സതീശൻ മുഖ്യമന്ത്രി അതിനെതിരായിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ യോഗ്യത കാണിക്കല്ലേ. ഇപ്പോൾ 25 കൊല്ലമായിട്ട് അദ്ദേഹം MLA ആണ്. നേരത്തെ മന്ത്രി ആവാമായിരുന്നു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ. അദ്ദേഹം നേരത്തെ മന്ത്രി ആവാൻ എന്തുകൊണ്ടാണ്? ഗ്രൂപ്പ് ഉണ്ടാക്കാഞ്ഞുകൊണ്ടാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഗ്രൂപ്പ് പ്രവർത്തനമാണെന്നാണ് കോൺഗ്രസ് സംസ്കാരം. അതിന് വ്യത്യാസമാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചത്, അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ചത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, UDF മാത്രമല്ല, CPM-ലും LDF-ലുള്ള പലരും UDF തവണ വോട്ട് ചെയ്തു. പിന്നെ നിഷ്പക്ഷന്മാർ തീർച്ചയായിട്ടും വോട്ട് ചെയ്തു.